ഏവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് STV ചാനലിൻ്റെ സംസ്കൃതി പ്രോഗ്രാമിലേക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ശ്രീമതി സുഗത ബൽരാജാണ്. അവർ ഇതിനു മുമ്പേയും ഒരു എപ്പിസോഡ് സംസ്കൃതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെപ്പറ്റി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്നാലും കുറച്ച് അവരെപ്പറ്റി പറയാം. അവർ കോളേജ് അധ്യാപികയാണ്. പഠിപ്പിക്കുന്ന വിഷയം ഇംഗ്ലീഷാണ്. അവർ ഗീതാചാര്യ കൂടിയാണ്. ഗീത പഠിപ്പിക്കാൻ വളരെ താല്പര്യമുള്ളൊരു സ്ത്രീരത്നമാണ്. ഇതിലുപരി അവർ നിലമ്പൂർ ആശ്രമത്തിലെ ഉപമഠാധിപതി കൂടിയാണ്. ഇനി അവരെ ഈ സംസ്കൃതി പരിപാടിയിലേക്ക് സഹർഷം സവിനയം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ഇന്ന് നമുക്ക് ഗീതയിലെ താത്വിക വശങ്ങളിലൂടെ പോവാം. അപ്പോൾ നമ്മൾ താത്വിക വശങ്ങളിലൂടെ പോകുന്നതിന് മുമ്പേ താങ്കൾ ആ ഗീതയിലെ ധ്യാന ശ്ലോകം ഒരു 4 വരി ചൊല്ലാമോ? ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. വെരി ഗുഡ്. ഗീതയിലെ 18 അധ്യായമാണല്ലോ. അതെ. അതിൽ ഓരോ അധ്യായത്തിലും യോഗ എന്ന് പറയും. യോഗ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? യോഗ എന്ന് പറഞ്ഞാൽ ചേരൽ എന്നർത്ഥം. അതായത് ആരുടെ കൂടെ ചേരൽ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൂടെ ചേരലാണ് വേണ്ടത്. മനുഷ്യ മനസ്സെല്ലാം ഭഗവാന്റെ കൂടെ എപ്പോഴും ചേരുന്നുണ്ടോ? അല്ല, യോഗ എന്നുള്ളതിന്റെ അർത്ഥം പറഞ്ഞാൽ യോഗ എന്നുള്ളത് ചേരലാണ്. ഭഗവാന്റെ കൂടെയാണ് ചേരേണ്ടത്. ഇനി നമുക്ക് 18 അധ്യായങ്ങളുണ്ട് ഇവിടെ. ആ അർജുന വിഷാദയോഗം മുതൽ മോക്ഷ സന്യാസം. അതെ. അത് എന്താണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകാലോ? അതെ, പറയാം. ടീച്ചർക്ക് ഒന്ന് പറയാലോ? അതെ. ആദ്യത്തത് അർജുന വിഷാദയോഗം. അതൊന്ന് പറയൂ ചെറുതായിട്ട്. അതെ. അർജുനന്റെ വിഷാദം ഒരു ജീവന് പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാവുന്ന, ഇതെങ്ങനെ സർവൈവ് ചെയ്യും, അതെങ്ങനെ അതിജീവിക്കും എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, അതാണ് വിഷാദം. ഡിപ്രഷൻ എന്നൊക്കെ. അതെ. അപ്പം അങ്ങനെ വിഷാദത്തിൽ ആണ്ട് കിടന്ന ഒരു ജീവനെ ഉയർത്താൻ വേണ്ടിയിട്ട് പിന്നെ ഭഗവാൻ ഓരോ യോഗങ്ങൾ ഉദ്ദേശിക്കുകയാണ്. അപ്പം അതിൽ രണ്ടാമത്തെ വരും നമുക്ക് സാഖ്യയോഗമാണ്. അതെ. അതൊന്ന് പറഞ്ഞു. സാഖ്യയോഗം അതായത് ഈ ഉള്ളിൽ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത് പോലെ ആയല്ലോ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൊടുക്കപ്പെടുമ്പോൾ സമർപ്പണം വന്ന. അപ്പൊ ഈ സമർപ്പണം ഭഗവാനിലേക്ക് സമർപ്പിച്ചപ്പോ സാഖ്യം, അതായത് സാഖ്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലേക്കുള്ള വഴി നിർദ്ദേശമാണ്. അത് ഭഗവാൻ ഉപദേശ രൂപത്തിൽ കൊടുക്കുകയാണ്. ഈ സാഖ്യം എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചതാണ്, ഇതുണ്ടെങ്കിൽ തിരുത്താം, എണ്ണി തിട്ടപ്പെടുത്തുക. അപ്പൊ ഇവിടെ സത്യമേത് അസത്യമേത് അല്ലേ? അപ്പൊ ആ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ജീവന് മനസ്സിലായി ഇവിടെ അസത്യമുണ്ട് സത്യമുണ്ട്. അപ്പോൾ ആ ജീവൻ പിന്നെ പോകുന്നത് സത്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ ജീവൻ പ്രയാണം ചെയ്യുന്നത് സത്യത്തിലേക്കാണ്. ഇതിൻ്റെ ആകപ്പാടെ വിവരിക്കുന്നതാണല്ലോ സാഖ്യയോഗം അല്ലേ? അപ്പം അതിൽ തന്നെ ഉണ്ട് എന്താ പറയുക, യോഗബുദ്ധി, സാഖ്യബുദ്ധി, വ്യവസായാത്മിക ബുദ്ധി, ഏക. അപ്പോൾ ടീച്ചറെ, നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഈ സാഖ്യബുദ്ധി, അതൊന്ന് പറയാം. അതെ, ബുദ്ധി ജ്ഞാനത്തിലേക്ക് ഉയരുകയാണ്. വെരി ഗുഡ്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് യോഗബുദ്ധി. അതൊന്ന് ഭഗവാനിലേക്ക് ആണ് ഞാൻ യഥാർത്ഥത്തിൽ പോവേണ്ടതെന്ന് മനസ്സിലാക്കുന്ന യോഗ. പിന്നെ വ്യവസായാത്മിക ബുദ്ധി. വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത് തന്നെയാണ് യോഗത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ അതൊന്നുകൂടി ഉറക്കണം. അപ്പൊ അത് വ്യവസായാത്മിക. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് സാഖ്യയോഗം ഇങ്ങനെ കുറച്ചും കൂടെ ടച്ച് ചെയ്ത് പോകാനേ സമയം ഉണ്ടാവുള്ളൂ. അടുത്തത് ടീച്ചറെ നമ്മൾ കർമ്മയോഗമാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് കർമ്മയോഗം ഗീതയില്? അതായത് സ്വകർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് പല തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടാണ്
ഈശ്വരനിലേക്ക് ഗമിക്കാൻ. ഓക്കെ, നല്ല ആൻസർ. അടുത്തത് വരുന്ന ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്നാണ്. അപ്പൊ അതിൽ ജ്ഞാനം വന്നു, കർമ്മം വന്നു, സന്യാസം വന്നു. അതായത് കർമ്മത്തിലൂടെ ജ്ഞാനത്തിലേക്ക്, ജ്ഞാനത്തിലൂടെ സന്യാസത്തിലേക്ക്. അപ്പൊ സന്യാസം ഒന്ന് ക്ലാരിഫൈ ചെയ്യണ്ടേ ഇവിടെ? എന്താണ് സന്യാസം? സന്യാസം എന്നാൽ എന്താ? കർമ്മം ചെയ്യൂല എന്നാണോ? അല്ല, കർമ്മം എങ്ങനെ ചെയ്യുന്നാണ്? ഭഗവാനിൽ ബോധിപ്പിച്ചുകൊണ്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീങ്, അതായത് മനുഷ്യരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യര് ജീവനാണ്. ആ ജീവനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ജീവൻ ഓൾറെഡി ഏതിലേക്ക് പോവുകയാണ്? അവരവരുടെ ജീവൻ ഈശ്വരനിലേക്ക് പോവാൻ. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഒഴിച്ച് ബാക്കിയൊക്കെ ത്യജിക്കുക, അതല്ലേ? ന്യാസം എന്ന് പറഞ്ഞ ഒരു വാക്കിന് ബ്രഹ്മം എന്നുള്ള അർത്ഥം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ അത്? അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഒഴിച്ച് ബാക്കിയൊക്കെ ത്യജിക്കുക. അപ്പോഴേ നമ്മൾ, അല്ലാണ്ട് വെറും വേഷവിധാനമല്ല, ഈ ഒരു മനസ്ഥിതി വളർത്തിയെടുക്കുക. അതെ, അതല്ലേ അതിന്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് കർമ്മ സന്യാസ യോഗത്തിലാണ് വരുന്നത്. കർമ്മം സന്യസിക്കുക. അപ്പൊ കർമ്മം ചെയ്യുന്നത് ഈശ്വരനെ അനുഭവിക്കാനായിരിക്കണം, അറിയാൻ. അതല്ലേ അതിന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? അഭ്യാസ യോഗം. അതാണ് അഭ്യാസത്തിലൂടെ മാത്രമേ ഇത് നേടാനാവൂ. അതല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ഇനി വരുന്ന ജ്ഞാന വിജ്ഞാന യോഗം. അതെന്താ? ഈ ജ്ഞാനം, കിട്ടിയ ജ്ഞാനം ഉണ്ടല്ലോ, അത് വിജ്ഞാനമാക്കണം. അതായത് നമുക്ക് വേണ്ടി ഫലപ്രദമാക്കണം, നമുക്ക് അനുഭവയോഗ്യമാക്കണം. മറ്റത് ഇന്നതാണെന്ന് അറിയാം. ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ ഈശ്വരൻ ഉണ്ടോ എന്ന് സംശയം ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടോ എന്ന് നമ്മളും സംശയിക്കാൻ പാടില്ല. നമുക്കത് അനുഭവമാണ്. അതെ, അതേമാതിരി ഞാൻ ഈശ്വരൻ ഒന്നാണെന്ന് പറയുന്ന അനുഭവം വന്നിട്ടില്ല, അറിയാം. അത് വിജ്ഞാനം ആയി കഴിഞ്ഞാൽ നമുക്കത് അനുഭവിക്കാം. അപ്പൊ വിജ്ഞാനം വരണം. ജ്ഞാനമാണ് അനുഭവം. ഇനി അക്ഷര ബ്രഹ്മയോഗം അല്ലേ? അക്ഷരം ബ്രഹ്മയോഗം. അതൊന്നും ക്ഷരവും അക്ഷരവും, ഏതാണ് ആത്മാ ഏതാണ് അനാത്മാ എന്നുള്ളതിന്റെ കൃത്യമായ നിർവചനം. നശിക്കുന്നത് ഏത്? ക്ഷരം എന്ന് പറയുന്നത് നശിക്കുകയാണ്, അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തതാണ്. ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്, മനുഷ്യരെ ആണ് എടുക്കുന്നതെങ്കിൽ മനുഷ്യരുടെ ബോഡി നശിക്കുന്നതാണ്, പക്ഷെ ജീവൻ എപ്പോഴും നിലനിൽക്കുന്നതാണ്. അതാണ് ക്ഷര അക്ഷരം. അക്ഷരത്തെ മാറ്റി നമ്മൾ അക്ഷര ബ്രഹ്മയോഗത്തിൽ. അതെ, അക്ഷരമാണ് ബ്രഹ്മം, നശിക്കാത്ത സത്യം. ഓക്കെ. ഇനി രാജവിദ്യ രാജഗുഹ്യ യോഗം. എന്താ അങ്ങനെ പറയാൻ? രാജവിദ്യ രാജഗുഹ്യം, അതായത് ഇത് ഏറ്റവും ഈശ്വരനുണ്ട് എന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞ വസ്തുതയാണെങ്കിലും അത് നമ്മൾ ഈശ്വരനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സംശയം മറ്റുള്ള ജീവന് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഗുഹ്യമായ ഒരറിവാണ് രാജവിദ്യ. ഇതെല്ലാത്തിലും ഉള്ള കാര്യമാണ് ആ ഗുഹ്യത. ബ്രഹ്മത്തിന്റെ നിലനിൽപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് രാജവിദ്യ. അത് തന്നെയാണ് രാജഗുഹ്യമായ ആ വിദ്യ അറിയാം. അപ്പൊ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കുന്നതാണല്ലോ, അറിയുന്നതാണല്ലോ വിഭൂതി യോഗം അല്ലേ? എന്താ ഈ വിഭൂതി യോഗം? വിഭൂതി അറിവ്, അതായത് ഇതുണ്ട് എന്നുള്ളതിനെ കൃത്യമായി നമുക്ക് ദൃഷ്ടാന്തങ്ങളിലൂടെ മുന്നിൽ കണ്ടുവരികയാണ്. അതിലിപ്പോ ഒരു ദൃഷ്ടാന്തം ടീച്ചർക്ക് പറയാൻ പറ്റുമോ? അതെ, ഭഗവാന്റെ വിഭൂതിയുടെ. അതെ, വിഭൂതിയുടെ കുറെ വിഭൂതി ഉണ്ടല്ലോ, അതിൽ ഒരു ദൃഷ്ടാന്തം. പക്ഷികളിൽ വെച്ച് ഞാൻ, ഗരുഡനാണ്. നദികളിൽ വെച്ച് ഞാൻ, അതെ, അങ്ങനെ. അതല്ലേ പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടി മേപ്പോട്ട് ഭഗവാൻ നമ്മളെ കൊണ്ടുപോവാണ്. വിശ്വരൂപ ദർശന യോഗം. എല്ലാം ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞ്, അപ്പൊ അങ്ങനെ ജീവനെ പടിപടിയായി നമ്മളെ ഉയർത്തുകയാണ്. മനസ്സാ കണ്ടു. അത് ശരി, ഓക്കെ. പിന്നെ വരുന്ന ഭക്തി യോഗം. അതെ, ഭക്തിയിലൂടെ. അതൊന്ന് പറയുമോ? അതെ, ഭക്തിയിലൂടെ നമ്മൾ ഭഗവാനിലേക്ക് യോഗം പ്രാപിക്കുക. അപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞപ്പോ പിന്നെ അവന്റെ മനസ്സ് പൂർണ്ണ ഭക്തിമയമായി അല്ലേ? അതെ, ഓക്കെ. ഇനിയാണ് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. അതെ, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് ഭഗവാൻ പറയാണ്. അതായത് എല്ലാ ശരീരങ്ങളും ഭഗവാന്റെ ക്ഷേത്രങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സർവസ്വരൂപൻ ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ കുടികൊള്ളുന്ന ബോഡി
അതാണ് ക്ഷേത്രം. ഓക്കെ. അപ്പോൾ ഒരു പുഴുവിന്റെ ആയാലും ഒരു പുഴു തൊട്ട് ഏത് ഒരു യോഗിയുടെ ആയാലും ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ ഭഗവത് സ്വരൂപമാണ്. ഒരേ ചൈതന്യം. അതാണ് ഈശാവാസ്യം സകലതും ഒരേ ഈശ്വരത്തെ അല്ലേ? അപ്പോൾ അത് ഇപ്പൊ ഇവിടെ എന്ത് ഈ ഗുണത്രയ വിഭാഗ യോഗം പിന്നീട് ഗുണത്രയങ്ങൾ ഏതൊക്കെയത്? അതായത് സാത്വികം, രാജസം, താമസം എന്ന ഗുണങ്ങൾ, ആ ഗുണങ്ങളുടെ സമ്മിശ്രമാണല്ലോ നമ്മളെല്ലാവരും ഒരു ജീവൻ എന്ന് പറയുന്നത്. ആ ജീവന് കുറച്ച് പേഴ്സൻറ്റേജ് നോക്കിയിട്ടാണെന്ന് എൻ്റെ ഒരു തോന്നല്. ഈ പേഴ്സൻറ്റേജ് നോക്കിയിട്ടാണ് സാത്വികനാണ്, രാജസനാണ് അങ്ങനെ പറയുന്നത്. ഈ ഭാവങ്ങളുടെ അതിൻ്റെ കൂടിച്ചേരലിൽ ഉള്ള കുറവും കൂടുതലും ആയിട്ടുള്ള അവസ്ഥ. അപ്പൊ ഗുണത്രയം എന്ന് പറഞ്ഞാൽ തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം. ഇത് നമ്മൾ ഈശ്വരനിലേക്ക് ചെല്ലും തോറും തമോ ഗുണം കുറഞ്ഞ് രജോ ഗുണം കുറഞ്ഞ് സാത്വിക ഗുണമാവും. അതെ അല്ലേ? ആ ജീവനില് പിന്നെ സാത്വിക ഗുണം മറന്നിട്ട് ഇല്ലാതെ ആയിട്ട് ഗുണാതീതനാവും. ഓക്കെ. അടുത്തത് വളരെ ഗംഭീരമായ, എല്ലാം ഗംഭീരം തന്നെ, പുരുഷോത്തമ യോഗം. അതെ, പുരുഷോത്തമ യോഗം. അതായത് ദ്വാവിമാവ് പുരുഷ ലോകേ ക്ഷര അക്ഷര ഏവച എന്നാണ്. രണ്ട് തരത്തിലുള്ള ദ്വാവിമാവ് പുരുഷവും രണ്ട് തരത്തിലുള്ള പുരുഷന്മാരാണ് ഉള്ളത്. ക്ഷരനെന്നും അക്ഷരനെന്നും. അതായത് ക്ഷരൻ എന്നത് ബോഡി നശിക്കുന്നതാണ്, അക്ഷരൻ എന്നത് അതിലുള്ള ജീവനാണ്, അതൊരിക്കലും നശിക്കാത്തതാണ്. പക്ഷേ ഉത്തമ പുരുഷസ്തു അന്യഹ എന്നാണ്. ഇത് രണ്ടുമല്ല ഉത്തമ പുരുഷൻ, ബ്രഹ്മം. ഇതിൽ നിന്നൊക്കെ അതീതമായിട്ട് അൾട്ടിമേറ്റ് ട്രൂത്ത്, പരമസത്യം. ഇനി അടുത്തത്, കാരണം ഇത്രയും നമുക്ക് വിവരിക്കാനുള്ള സമയമുള്ളൂ, ദേവാസുര സമ്പത്ത് വിഭാഗ യോഗം. സമ്പത്ത്, ദൈവീകമായ സമ്പത്ത് ഏതാണ്, ആസുരികമായ സമ്പത്ത് ഏതാണ് എന്നുള്ളതാണ്. ദേവാസുര സമ്പത്ത് ദയ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, കരുണ എന്ന എന്തൊക്കെ സാത്വികമായിട്ടുള്ള അതിൽ നിന്ന് ഉദിക്കുന്നുണ്ടോ അതൊക്കെ ദൈവികമായ സമ്പത്താണ്. ആസുരികമായ സമ്പത്ത് എന്ന് പറയുന്നതാണ് ഈ പ്രമാദം, വളരെ ക്രൂരമായ സ്വഭാവം, ഇങ്ങനെ കാണുന്നതൊക്കെ കൊള്ളയടിക്കുക, അങ്ങനെ അല്ലാതെ ആസുരികമായ ദൈവത്തിന് ഏതൊക്കെയാണോ വിപരീതമായി നിൽക്കുന്നത് അതൊക്കെ ആസുരിക ഭാവം മനുഷ്യനെ അധപതിപ്പിക്കും. അതെ അല്ലേ? അധപതിപ്പിക്കും. മറ്റേത് നമ്മളെ ഉയർത്തും. ഇനി ശ്രദ്ധ ത്രയം. എന്ത് മൂന്ന് തരം ശ്രദ്ധ എന്ന് പറയുന്നതും ഈ മൂന്ന് സാത്വികവും രാജസവും അങ്ങനെയുള്ളത് തന്നെയാണ്, താമസവുമായിട്ടുള്ള ശ്രദ്ധ തന്നെയാണ്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ. അതെ. അപ്പൊ ഒരുവന്റെ ശ്രദ്ധ സാത്വികമായാലേ ഭഗവത് സാക്ഷാത്കാരം നേടാൻ പറ്റുള്ളൂ. തമോ ഗുണം അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒന്നും രക്ഷപ്പെടാൻ പോണില്ല എന്നർത്ഥം. ഇല്ല. ഓക്കെ. ഒടുവിലാണ് നമ്മൾ ആ ഇതിലെത്തുന്നത്, മോക്ഷസന്യാസ യോഗം. അപ്പം എന്താ ടീച്ചറെ മോക്ഷം എന്ന് പറഞ്ഞാൽ? മോക്ഷം എന്ന് പറഞ്ഞാൽ ഇത് ജീവ അവസ്ഥയിൽ തന്നെയാണ് മോക്ഷം പ്രാപിക്കേണ്ടത്. അതായത് ജീവൻ ശരീരത്തിൽ ഇല്ലാത്ത സമയത്തുള്ളതല്ല മോക്ഷം. ഇത് മനസ്സിലാക്കലാണ്. ഏകമായ, അതായത് ജീവനും പരബ്രഹ്മവും ഒന്ന് തന്നെ, പരത്തിൽ നിന്ന് തന്നെയാണ് ഈ ജീവൻ വന്നിരിക്കുന്നതെന്ന സാക്ഷാത്കാരം തന്നെയാണ്. അപ്പം മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടുത്തെ അനുഭവം എന്താ? ആനന്ദം, പരമാനന്ദം. അത് ശരീരം ഇരുന്നാലും കിട്ടില്ലേ? അതെ. സുഖ ദുഃഖ സമയകൃത്വ ലാഭാലാഭോ ജയാജയോ. ജയിച്ചാലും ഒന്നുമില്ല അർജുന, തോറ്റാലും ഒന്നുമില്ല അർജുന. ഒന്നിൽ നീ എന്ത് ചെയ്തോളൂ, ഈ മോക്ഷാവസ്ഥയിൽ എത്തിയാൽ കഴിഞ്ഞ് നോക്കണ്ട. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ നമ്മളത് അനുഭവിക്കണം. അനുഭവിച്ചു കഴിഞ്ഞിട്ട് ശരീരം പോയാൽ ഈ അനുഭവം ഉണ്ടാവും. അതെ. ഓക്കെ. ഇനി വളരെ എല്ലാവരും പറയുന്നതാണ്, ഞാൻ മായയിൽ പെട്ടു, മായയാണ് ഇതൊക്കെ അല്ലേ, എങ്ങനെ പൊതുവെ പറയുന്നില്ലേ? അപ്പൊ എന്താണ് ഈ മായ? മായ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ പറയാണ്, മമ മായ ദുരത്യ. ഭഗവാൻ തന്നെയാണ് ഈ മായ. അപ്പൊ ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ശക്തിയാണ് മായ. പ്രപഞ്ചത്തെ അതേപോലെ നിലനിർത്താൻ വേണ്ടിയുള്ള ശക്തി തന്നെയാണ്, ഭഗവാന്റെ ശക്തിയാണ് മായ. അപ്പൊ ഈ മായക്ക് രണ്ട് ഗുണങ്ങളോ ദോഷം, എന്തായാലും രണ്ട് ഇതുണ്ട്, എലിമെന്റ്സ്. ഒന്ന് ആവരണശക്തി, രണ്ട് വിക്ഷേപശക്തി. അപ്പൊ ആവരണശക്തി സത്യത്തെ മൂടിയിട്ട് ഉള്ളതിനെ കവർ ചെയ്യുന്നുണ്ട്, മൂടിയിട്ട് ഇല്ലാത്തതിനെ കാണിച്ചു തരുന്നു അല്ലേ? അപ്പൊ ഇവിടെ ഉള്ളതേതാ? ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം. സത്യത്തിൽ ഇല്ലാത്തത് ഏതാ? പ്രപഞ്ചം അല്ലേ? ഇതാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മായയുടെ ഇതുകൊണ്ട് നമ്മൾ ആ പരമസത്യത്തെ അറിയുന്നില്ല.
അപ്പൊ ഇവിടെ വേറൊരു ഉദാഹരണം ഉപനിഷത്ത് കാട്ടുന്നുണ്ടല്ലോ ടീച്ചറെ, രജ്ജു സർപ്പയോഗം. എന്താ പറയുക? അതെ, രജ്ജു കണ്ടത്തിങ്കൽ പന്നക ബുദ്ധി പോലെ. അതെന്താ? അതായത് രജ്ജു എന്ന് പറഞ്ഞാൽ കയറിന്റെ കഷ്ണമാണ്. അത് ഒരു ഇരുട്ടത്ത്, അതായത് ഒരു മന്ദപ്രകാശമുള്ള സ്ഥലത്ത് നമ്മൾ ആ ഒരു കയറിന്റെ കഷ്ണം കാണുമ്പോൾ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഓ, അപ്പൊ ഇവിടെ സത്യത്തിൽ അവിടെ കയറാണ്. നമ്മളെ പേടിപ്പിക്കും. സദാ ഈ കയറിന്റെ ഇത് അറിയാത്തവൻ എപ്പോഴും പാമ്പാന്ന് പറഞ്ഞ് പേടിയാണ്. മാത്രമല്ല ചില സമയത്ത് നമ്മളെ കുട്ടികളെയൊക്കെ അങ്ങോട്ട് പോകുന്നത് വിലക്കുകയും ചെയ്യും. എനിക്ക് അത്രയും പേടിയുണ്ട്. ആ സത്യം ബോധ്യപ്പെട്ടാൽ നമ്മൾ ചിരിക്കും. അത് കയറായിരുന്നു, അയ്യോ പേടിച്ചത് വെറുതെ ആയി. അപ്പൊ ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരു യോഗിയുടെ സ്ഥിതി ഇതാണ്. സത്യത്തിൽ ഈ പ്രപഞ്ചമില്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ഈശ്വരന്റെ ഒരു ലീലയാണ് എന്ന് പറഞ്ഞ് അവര് ആനന്ദിക്കുന്നു, അല്ലേ? ഇതല്ലേ അത്? അതാണ് അതിന്റെ സത്യം. അപ്പോ എപ്പോഴും ഗീതയിൽ പറയുന്നതുണ്ട് ഈ സ്ഥിതപ്രജ്ഞത്വം. അതെ, അതൊന്ന് വിവരിക്കും. പ്രജ്ഞ സ്ഥിതമാകുക. എന്താ പ്രജ്ഞ? ബുദ്ധി സ്ഥിരം, അതായത് മനുഷ്യന്റെ ആ ഒരു സർവ്വ വികാരങ്ങളും ഭഗവാനിൽ അർപ്പിക്കുന്ന ഒരു അവസ്ഥയാണത്. അതെ, പ്രജ്ഞ ടീച്ചറെ. സ്ഥിരമായ ബോധം എപ്പോഴാണ് ഉണ്ടാവുക? ഭഗവാനിലേക്കും, ഭഗവാനെ അറിയുമ്പോൾ. വെരി നൈസ് ആൻസർ. ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോധം സ്ഥിരമായി, പിന്നെ ആനന്ദമേ ഉള്ളൂ. അതെ, അപ്പൊ ഏത് പ്രവർത്തനം കണ്ടാലും ഇത് വേണ്ടതാണെന്ന് മനസ്സിലാവും. അടുത്തത് ഗംഭീരമായിട്ടൊരിതാണ് നൈഷ്കർമ്മ്യ സിദ്ധി. അതെ, നിഷ്കാമമായ കർമ്മം, അർപ്പണബോധത്തോടു കൂടിയുള്ള കർമ്മം, ഭഗവാനിലേക്ക് ലയിപ്പിച്ചുകൊണ്ടുള്ള കർമ്മം. ഈ കർമ്മങ്ങൾ തന്നെ 3 തരം ഉണ്ടല്ലോ. പ്രാരബ്ധ കർമ്മം, സഞ്ചിത കർമ്മം, ആഗാമി കർമ്മം. ഇതിനെ ചെറുതായിട്ടൊന്ന് വിവരിക്കാം. അതെ, സഞ്ചിത കർമ്മം എന്ന് പറയുന്നത് നമ്മൾ സഞ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. കർമ്മങ്ങളുടെ ഫലം കാംക്ഷിച്ചുകൊണ്ട് ചെയ്തിട്ട് ഫലകാംക്ഷയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സഞ്ചിതമായിട്ട് വരും നമ്മുടെ പിന്നാലെ. പിന്നെ ആഗാമികം എന്ന് പറയുന്നത് ഇപ്പൊ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇനിയും നമ്മൾ കാംക്ഷിക്കുകയാണെങ്കിൽ വീണ്ടും ഫലം വരാം. അതാണ് 3 കർമ്മങ്ങൾ. നമ്മളിപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം ഇതൊക്കെ പഴയ പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലമാണ്. ഇനി സന്യാസം നമ്മൾ പറഞ്ഞു. ഇനി ഈ പണ്ഡിതൻ അതൊന്ന് വ്യക്തമാക്കി. സാധാരണ നമ്മൾ ഭാഷാ പണ്ഡിതൻ, ഇന്നതിൽ പണ്ഡിതൻ, ആ പണ്ഡിതൻ അല്ലല്ലോ ഇവിടെ. യഥാർത്ഥ പണ്ഡിതൻ എന്നുള്ളതിന്റെ അർത്ഥം. പണ്ട ആർക്കുണ്ടോ അറിവ്, അതായത് എന്താണ് യഥാർത്ഥ സത്യമെന്ന് അറിവ്, യഥാർത്ഥം, അതായത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ രഹസ്യം അറിയുന്നത്, അതാണ് പാണ്ഡിത്യം. അവരെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനി. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ മാത്സിൽ വളരെ പണ്ഡിതനാണ് പറഞ്ഞാൽ അത് നിപുണൻ, അല്ലേ? നിപുണൻ. പക്ഷെ നമ്മൾ പാണ്ഡിത്യം എന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. തെറ്റല്ലേ? ഗണിത ശാസ്ത്ര, അതായത് പണ്ഡിതൻ എന്ന് പറയും. പണ്ഡിതൻ എന്നുള്ളത് അതിൽ അവിടെ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രത്തിൽ അറിവുള്ള ആളെന്നാണ്. പണ്ഡിതൻ എന്ന് അപ്പൊ പറയുന്നുണ്ടല്ലോ, ഗണിതശാസ്ത്ര പണ്ഡിതൻ, ഗണിതശാസ്ത്രത്തിൽ അറിവുള്ളത്. പിന്നെ ജീവന്റെ 3 അവസ്ഥകളുണ്ടല്ലോ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥകളിലും ജീവൻ സത്യം അനുഭവിക്കുന്നില്ല. അപ്പൊ സത്യം ജീവൻ അനുഭവിക്കുന്ന അവസ്ഥ എന്താ? ആ തുര്യാവസ്ഥയിൽ എന്താ നമ്മൾ അനുഭവിക്കുന്നത്? ആനന്ദം, പരമാനന്ദം. അത് തന്നെയല്ലേ സമാധി എന്നും പറയുന്നത്? അത് തന്നെയാണ്, അതാണ് യഥാർത്ഥ സ്ഥിതി. നിർവികൽപ സമാധി എന്ന് പറയുന്നത്. അപ്പൊ സമാധി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയും? സമാധി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, സമമായ ബുദ്ധിയാണ്, എല്ലാത്തെയും ഒരേപോലെ കാണുന്ന ഒരു നിലപാട്. അതാണ് സമാധി. എല്ലാം ഈശ്വരമയമായിട്ട്, ഈശ്വര ചൈതന്യമായിട്ട് ആ കാണുന്നതാണ്, ആ ബുദ്ധിക്കാണ് സമാധി എന്ന് പറയുന്നത്. പിന്നെ അവിടെ രണ്ടില്ല, അല്ലേ? ഇനി ഗീതയിലെ ധ്യാന ശ്ലോകത്തിൽ തന്നെയാണ് അദ്വൈതാമൃത വർഷിണി, അല്ലേ? ആ അദ്വൈതാമൃത വർഷിണി എന്ന് മനസ്സിലായ തന്നെ ഗീതം മുഴുവൻ മനസ്സിലായി. അദ്വൈത എന്ന അമൃതത്തെ വർഷിക്കുന്നു. അപ്പോൾ വേദങ്ങൾ നമ്മളെ വിളിക്കുന്നത് എന്താ പറയുന്നത്? അമൃതസ്യ പുത്ര. അത് തന്നെയാണ് ഇപ്പൊ ഗീത പറയുന്നത്, അദ്വൈതാമൃത ഗീത അദ്വൈതാമൃത വർഷിണിയാണ്. അപ്പൊ നമ്മൾ ഗീതയിലൂടെ പോയാൽ നമുക്ക് കിട്ടുന്ന അമൃതമാണ്. നമ്മൾ മരിക്കില്ല, അദ്വൈതം എന്ന അറിവ്. അപ്പൊ നമ്മൾ ജനന മരണമില്ലാത്തതാണ് നമ്മുടെ സ്വരൂപം എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലേ? അതിലെ അനുഭവം എന്താണ്? ആനന്ദം, പരമാനന്ദം. ഇതാണ് ഗീത നമ്മളെ അറിയിപ്പിക്കുന്നത്, അല്ലേ? ഇനി ഒരു ജീവൻ ഇതിലൂടെ പോയാൽ
ഏത് ജീവനായാലും ഇതിലൂടെ പോയാൽ കിട്ടുന്നത്, ഗീതയിലൂടെ പോയാൽ കിട്ടുന്നത് ആ പരമമായ ജ്ഞാനമാണ് അല്ലേ? ഇനി നമുക്ക് ഈശ്വര ദർശനം അല്ലെങ്കിൽ ആത്മാനുഭൂതി അല്ലെങ്കിൽ ബ്രഹ്മദർശനം, പേരെന്തോ ആയിക്കോട്ടെ, ഇത് സ്ത്രീകൾക്ക് അനുഭവിക്കാൻ കഴിയും? അനുഭവിക്കാനാവാതെയോ? ഏത് ജീവനും പറ്റുമോ? ശൂദ്രർക്ക് അനുഭവിക്കാൻ കഴിയും? എല്ലാവർക്കും പറ്റുമല്ലോ. ഉറപ്പ്. അപ്പൊ എന്തുകൊണ്ടാ പിന്നെ ഈ വേദത്തിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ശൂദ്രനും സ്ത്രീക്കും വേദം പഠിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? അങ്ങനെ പഠിക്കാൻ പാടില്ല എന്നുള്ളത് പറയാനേ പറ്റൂല. കാരണം എന്താണെന്നറിയോ? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഇത് സ്ത്രീ ആയാലും അല്ലെങ്കിൽ അത് ശൂദ്രനായാലും എന്നാണ് പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ സ്ത്രീ അല്ലെ ഏത് കാലഘട്ടത്തിലായാലും സ്ത്രീകൾക്ക് ചില പരിമിതികളുണ്ടല്ലോ. ഒരു ഏജ് വരുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒരു ട്രഡീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ സ്ത്രീകൾക്ക് ഈ ഒരു വിളക്ക് വെക്കാനും എല്ലാം പിന്തിരിഞ്ഞ് കുറച്ചു കാലം നിൽക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല ഒരു ജീവൻ്റെ നിലനിൽപ്പ് തന്നെ സ്ത്രീയിലാണ്. സ്ത്രീ അത് കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ത്രീയാണ് നോക്കേണ്ടത്, കുട്ടീനെ നോക്കേണ്ടത്. അപ്പോൾ ഒക്കെ അവർക്ക് സാങ്കേതികമായ ചില തകരാറുകളുണ്ട്. സമ്മതിച്ചു. സ്ത്രീകൾക്ക് ആ പരിമിതികളുണ്ട്. ആ പരിമിതി എന്നതിന് ബാധകമല്ല, അത് വേറെ കാര്യം. ബാധകമല്ല, അത് വേറെ കാര്യം. ഈ ഒരു പിന്നെ ഭഗവാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. അപ്പൊ ശൂദ്രർക്കോ? ശൂദ്രർ എന്ന് പറയുന്ന സമയത്ത് അവർക്കും ഉണ്ട് പരിമിതി. കാരണം അവരുടെ പേര് തന്നെ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ചില നായർ ഫാമിലിയിലൊക്കെ ഉദാഹരണത്തിന് എൻ്റെ വലിയമ്മോവൻ്റെ പേര് കൃഷ്ണൻ എന്നാണെങ്കിൽ അദ്ദേഹത്തിനെ കൃഷ്ണൻ എന്ന് തന്നെ വിളിക്കുന്നുണ്ട്. കൃഷ്ണൻ നമ്പ്യാർ അല്ലെ കൃഷ്ണക്കുറുപ്പ് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അതേസമയത്ത് വീട്ടിൽ ഏതെങ്കിലും വേല ചെയ്യുന്ന ഇവർ കൽപ്പിച്ചിരിക്കുന്ന താഴ്ന്ന സമുദായക്കാരനാണ് എന്ന് പറഞ്ഞാൽ ആ കൃഷ്ണൻ എന്നുള്ള പേരിനെ ചുരുക്കി ലോപിച്ചിട്ട് അവർ കിട്ടനാക്കി കളയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർക്ക് മനുഷ്യ സമൂഹം തന്നെയാണ് അവർക്കൊരു ഒരു വഴി കാണിച്ചു കൊടുക്കാത്തത്. എൻ്റെ അഭിപ്രായമാണ്. നല്ലതാണ് അഭിപ്രായമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേദം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. വേദത്തിന് പറയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വേദം അങ്ങനെ പറയാച്ച വേദത്തിൽ ആ 4 മഹാവാക്യങ്ങൾ പാടില്ല. വേദം നമ്മളോട് പറഞ്ഞ് തത്വമസി, അതിലൂടെ പോയാൽ കിട്ടുന്ന അഹം ബ്രഹ്മാസ്മി. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ശൂദ്രനായാലും ഒക്കെ ബ്രഹ്മമാണ്. അപ്പം എൻ്റെ അല്ല പൊതുവെ കുറച്ച് ചിന്തിച്ചറിയാം ടീച്ചറെ, ആ കാലഘട്ടത്തിൽ ഏതോ കുബുദ്ധികൾ അല്ലെങ്കിൽ അധികാരമോഹികൾ ഉണ്ടാക്കിയ ഒരു തന്ത്രമാണിത്. കാരണം സ്ത്രീകളെ ബന്ധിച്ചിടാൻ കാരണം ഈ പുരുഷൻ്റെ ചൊൽപ്പടിക്ക് എന്നാലേ പറ്റും. വേദം പഠിച്ച പറ്റില്ല, മനസ്സിലാവും ഞാനും ഒരേ ഈശ്വര ചൈതന്യമാണ്, ഈ പുരുഷ മേധാവിത്വം അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഒന്നത് ശൂദ്രരെ അങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞാൽ ഇവന്റെ കൂലിയും വേലയും ചെയ്ത് അടിമയായിട്ട് ആളെ കിട്ടില്ല. വേദത്തിലെ ഒരു വാക്ക് പഠിച്ചാൽ മതി ശൂദ്രൻ, പിന്നെ അവന് അടിമയാക്കാൻ പറ്റില്ല. അപ്പൊ ആ കാലഘട്ടത്തിലും നല്ലൊരു തത്വദർശനത്തെ എന്ത് ചെയ്തു? ഈ കുബുദ്ധികളും മൂടി വെച്ചു. അതല്ലേ സത്യം? ഇത് തന്നെയല്ലേ ടീച്ചറെ ഈ ചാതുർവർണ്ണത്തിനെ പറ്റിയത്? ഭഗവാൻ എന്താ പറയുക? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ചാതുർവർണ്ണം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഗുണകർമ്മ വിഭാഗ പെട്ടിട്ടാണ് ചാതുർവർണ്ണം ഞാൻ ഉണ്ടാക്കിയത് എന്ന് ഭഗവാൻ പറയുന്നത്. അതായത് ഓരോ ആളും, അതായത് ക്ഷത്രിയ കുലത്തിൽ തന്നെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഉണ്ട്. എല്ലാ കുലത്തിലും ഉണ്ട് ഈ പറഞ്ഞ ചാതുർവർണ്ണം. ഓരോ സ്വഭാവത്തിനനുസരിച്ചാണ് ഒരാളുടെ. അതായത് ഗുണകർമ്മ വിഭാഗശ എന്നുള്ളതാണ്. ഒരു നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഇതിൽ സ്ഥിതി ചെയ്യുന്ന ആൾ തന്നെയാണ്, ബ്രാഹ്മണൻ തന്നെയാണ്. ബ്രാഹ്മണനാണ്. ഇപ്പൊ സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ചാതുർവർണ്ണം വേണം. കാരണം അറിവുള്ള ഒരു കൂട്ടര്, പിന്നെ ക്ഷത്രിയർ രാജ്യം സംരക്ഷിക്കാൻ, പിന്നെ വൈശ്യർ കച്ചവടക്കാർ, ശൂദ്രർ മറ്റു ജോലിക്കാർ. അതില്ലാതെ സമൂഹം പോവില്ല. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ശ്ലോകം അറിയോ? അതെ, ചാതുർവർണ്ണം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഒന്നുകൂടി ഉറക്കെ പറയൂ, ജനങ്ങൾക്ക്. ചാതുർവർണ്ണം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. അപ്പൊ ഗുണങ്ങൾ, കർമ്മം അതിൻ്റെ ഇതനുസരിച്ചല്ല, ജാതി അല്ലാന്ന്, ജാതി അനുസരിച്ചിട്ടില്ല ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. മനുഷ്യരുണ്ടാക്കിയതാണ്. അതും മനുഷ്യരല്ല, ഇതേമാതിരി കുബുദ്ധികളും സ്വാർത്ഥമോഹികളും ഉണ്ടാക്കിയതാണ്. എന്നിട്ട് മറ്റുള്ളവരെ ദുരാചാരം. അപ്പൊ ഇതിൽ വേദങ്ങളോ ഗീതയോ ഒക്കെ എന്നും പരമപവിത്ര ദിവ്യജ്ഞാനമാണ്. അതേപോലെ തന്നെ മനുസ്മൃതിയില് മനു പറഞ്ഞത് എന്താണ്? ഈ
ഒരിക്കലും സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് മനു പറഞ്ഞിട്ടേ ഇല്ല. അതായത് പിതാ രക്ഷതി കൗമാരെ എന്നാണ് പറഞ്ഞത്. ആ ഭർത്താവാണ് രക്ഷിക്കേണ്ടത് അവരുടെ യൗവനത്തില്. വാർദ്ധക്യത്തില് ഭർത്താവ് ഇല്ലെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർ ഇല്ല എന്ന സമയത്ത് കുട്ടികളാണ് രക്ഷിക്കേണ്ടത്, പുത്രന്മാരാണ് രക്ഷിക്കേണ്ടത്. അപ്പോൾ സ്ത്രീ എപ്പോഴും രക്ഷിച്ച് നിർത്തേണ്ട അത്രക്കും വലിയൊരു സമ്പത്താണെന്നാണ്. അതെ, എത്ര നല്ലൊരു ഇതാണ്. വലിയ ഒരു ഉന്നതിയിലുള്ള ഒരു തത്വത്തെയാണ് വളച്ചൊടിച്ചുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിൽ ബന്ധിക്കുന്നു. അപ്പോൾ ഇപ്പോഴും സ്ത്രീകളെയും പാവപ്പെട്ട ശൂദ്രയും ഈ ഗീതയെയും പരമപവിത്രമായ ഗീതയെയും വേദത്തെ ഒക്കെ കൂട്ടുപിടിച്ചു. അത് നമ്മളും ചെയ്യുന്നുണ്ടല്ലോ. ചില സന്ദർഭങ്ങളിൽ ദുരിതം അനുഭവിക്കുമ്പോൾ നമ്മൾ പറയുന്നില്ലേ, ഈ ഭഗവാൻ എന്താ ഇങ്ങനെ എന്നെന്തിനാ ഇങ്ങനെ വലിച്ചു എടുക്കുന്നതെന്ന്. അത് നമ്മൾ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്, നമ്മളും ചെയ്യുന്നുണ്ട്. കുറച്ച് ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞ വ്യക്തികളും ചെയ്യുന്നുണ്ട്. ഭഗവാൻ ഇതിലൊന്നും ചെയ്യില്ലല്ലോ, ജീവനെ തളക്കാൻ ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോ ഇപ്പൊ ഭഗവത്ഗീതയെ പറ്റിയിട്ട് ഏറെക്കുറെ താത്വികമായിട്ട് നമ്മൾ പോയി. അതെ. ഇനി ഈ എപ്പിസോഡ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇത്രയും സമയം വിലപ്പെട്ട ടീച്ചറുടെ സമയം ഈ സംസ്കൃതി പ്രോഗ്രാമിലേക്ക് വന്നിട്ട് വളരെ വളരെ അർത്ഥവത്തും അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് STVയുടെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകം നന്ദി പറഞ്ഞോളൂ. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.